ദൈവത്തിൻ ഭവനം നമ്മെ കാത്തിരിക്കുന്നൊരു ദൈവം ഇതാ മഴകൻ സമയം പാടാം സ്വർഗീയ കുടുംബത്തോടൊപ്പം ഇതാ ദൈവത്തിൻ ഭവനം നമ്മെ കാത്തിരിക്കുന്നൊരു ദൈവം ഇതാ മഴകൻ സമയം പാടാം സ്വർഗീയ കുടുംബത്തോടൊപ്പം ായി സ്നേഹത്തിൻ മറുമലരായി യാഗത്തിൻ മെഴുതിരിയായി സ്നേഹത്തിൻ മറുമലരായി വീണ്ടെടുക്കുവാൻ നമ്മെ സ്വന്തമാക്കുവാൻ വീണ്ടെടുക്കുവാൻ നമ്മെ സ്വന്തമാക്കുവാൻ വീണ്ടും ബലിവസ്തുവാകുന്നു ദൈവം ഈയിടം നമ്മെയൊന്ന ഇതാ ദൈവത്തിൻ ഭവനം നമ്മെ കാത്തിരിക്കുന്നൊരു ദൈവം ഇതാ മഴകൻ സമയം പാടാൻ സ്വർഗീയവൃന്ദത്തോടൊപ്പം മിശിഹായിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഇന്ന് നമ്മൾ ആചരിക്കുകയാണ്. ജോസഫ് നാമധാരികളായ എല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ തിരുക്കുടുംബത്തിൻ്റെ തലവനായ വിശുദ്ധ ഔസേപ്പ് വളരെയധികം ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമുക്ക് മാതൃക നൽകുകയാണ്. ആ സ്നേഹത്തിൻ്റെ മഹനീയമായ മാതൃക നമ്മുടെയും കുടുംബത്തിലുണ്ടാകാൻ വേണ്ടി ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം.
സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തി വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനീയമായ തൃത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാം നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. മഹിമനിറഞ്ഞവനും പാരം കൃത്യനുമെന്നും അനുഭവത്തിൽ സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തര സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെ നാഥന സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സർവാധിപനാം കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. യേശുനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിരുനി തിരുമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഗനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഏഷ്യായുടെ പുസ്തകത്തിനുള്ള വായന അധ്യായം 41 വാക്യങ്ങൾ 8 തൊട്ട് 16 വരെ. ഗുരു ആശ്രയിച്ചാലും എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ചണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവൻ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിന്റെ പരിസ്ഥിതിയിൽ അഭിമാനം കൊള്ളും. എൻ്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 10-ാം അധ്യായം 3 മുതൽ 11 വരെ വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചു. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔന്നത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായി ആയതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുന്നിലുള്ളത് കാണുക. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്തുവാനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു, എൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്. എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിൽ ഏശാത്തതുമാണ്. അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഈ കൂട്ടർ ധരിക്കട്ടെ. മനം തുറക്കൂ, മനസാകും വയലേലകളിൽ നിന്നും തളകൾ തിരുതുമാറ്റൂ. നീളങ്ങളിൽ വീണൊരു വിത്തുവോ നിങ്ങൾ ഫലമേകിടൂ.
ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1-ാം അധ്യായം 18 മുതൽ 25 വരെ വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപകീർത്തിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്തതിനാലും രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവൻ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിക്കും. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ആദ്യമായി തന്നെ നമ്മുടെ ഔസ്യപിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളും ഞാൻ നേരുന്നു. ഔസ്യപിതാവിനെ കുറിച്ച് 1-2 ചിന്തകൾ ലഘുവായിട്ടങ്ങ് പങ്കുവയ്ക്കാം. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു പുരുഷന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ ഒരു പുരുഷന്റെ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ഒരു സ്ത്രീയുടെ കരുത്തേറിയ സാന്നിധ്യവും പ്രോത്സാഹനമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് തിരിച്ചും ചിന്തിക്കാം. ഒരു സ്ത്രീയുടെ പിന്നിൽ ഒരു പുരുഷനുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മൾ ഒന്ന് ഓടിച്ചു വായിക്കുക. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. അവൻ നീതിമാനായാലും, പിന്നെ നമ്മൾ വായിക്കുന്നത് അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടമില്ലായകയാലും. ഈ 2 പദങ്ങളെ നമുക്ക് എടുക്കാം. അവൻ നീതിമാനാകിയാലും. ജോസഫിനെ കുറിച്ചല്ല നമ്മൾ കേൾക്കുമ്പോൾ ഈ ഒരു വാക്കാണ് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത്, നീതിമാൻ. പക്ഷെ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് അതുകൊണ്ട്? നീതിമാൻ എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. ഒരാൾ എൻ്റെ നിന്ന് ഒരു 100 രൂപ കടം വാങ്ങിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ആ 100 എന്നെ തിരിച്ചു തരുന്നു. നീതിമാൻ. ഞാനേ നീതിമാൻ. പലിശ ഒന്നും മേടിച്ചിട്ടില്ല. അതല്ല നീതിമാൻ എന്ന് പറഞ്ഞാൽ. ഔസേപ്പ് നീതിമാൻ അതല്ല. ഔസേപ്പ് നീതിമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യഹൂദ പാരമ്പര്യം. ഒരു സ്ത്രീ ഭർത്താവ് അറിയാതെ ഗർഭിണിയായാൽ കല്ലെറിഞ്ഞ് അവളെ കൊല്ലണം. മൂശയുടെ നിയമമാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. ആ ഒരു നീതി വ്യവസ്ഥയിൽ നിന്നും ഔസേപ്പ് തെന്നെ മാറുകയാണ്. എങ്ങനെ? അവൻ നീതിമാനാകിയാലും, അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടുകയാലും രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ജോസഫ്, ഈ മറിയത്തിൻ്റെ കണ്ണുകൾ, മറിയ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. അത്രമാത്രം വയസ്സൊന്നുമില്ല. അന്നത്തെ കാലത്തൊക്കെ വിവാഹങ്ങൾ വളരെ നേരത്തെയാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മയുടെ വിവാഹം 16-ാമത്തെ വയസ്സിലായിരുന്നു. ജോസഫ് അവൻ്റെ നിശ്ചയിച്ച ആ പെൺകുട്ടി കണ്ണുകളിൽ നോക്കുമ്പോൾ നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ് നിൽക്കുന്നത്. അവൾ തെറ്റ് ചെയ്തു എന്ന് അവൻ്റെ മനസ്സ് പറയുന്നില്ല. പക്ഷേ ആൾ ഗർഭിണിയാണ്. നിയമം ഒരു വശത്ത്, കരുണ മറുവശത്ത്. എന്താണ് ചെയ്യേണ്ടത്? അവൻ ആകെ അസ്വസ്ഥനായി.
ആ രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ മാലാഖ പ്രത്യക്ഷയിട്ട് പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ ജോസഫിന്റെ നീതിബോധം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്തു എന്നിരുന്നാലും നിയമത്തിന്റെ വഴിക്ക് വിട്ട് കല്ലെറിഞ്ഞ് ചാവുന്നത് കണ്ടു രസിക്കുവാൻ അവന് സാധിക്കില്ല. അവന്റെ കരുണയാണ് മുന്നോട്ട് വരുന്നത്. വേറൊരു അർത്ഥത്തിൽ എടുക്കുക, അയൽവക്കത്തെ ഒരു സ്ത്രീ ഓടി വന്നിട്ട് പറയുകയാണ്, എൻ്റെ മകൾക്ക് പ്രസവവേദനയാണ്, ആശുപത്രിയിൽ പോകണം, കാശില്ല, 500 രൂപ തരണം. അയാൾ പറയുകയാണ് 500 രൂപ എടുത്തോളൂ. പിന്നെ അയാൾ പറയുകയാണ്, എൻ്റെ ഷെഡിൽ കാറുണ്ട്, എനിക്ക് ഡ്രൈവിംഗ് അറിയാം, ഞാൻ നിന്നെ കൊണ്ടുപോയാക്കാം കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഇനിയും നിനക്ക് കൂടുതൽ പൈസ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം, വിഷമിക്കേണ്ട, പ്രസവം നടക്കട്ടെ. അതാണ് ജോസഫിന് നീതിബോധം. ജോസഫിന് നീതിബോധം കണ്ണിന് കണ്ണല്ല, മൂക്കിന് മൂക്കല്ല. ഇതാണ് ജോസഫിന്റെ നീതിബോധം. അവളെ അപമാനിക്കാനും ഇഷ്ടപ്പെടുകയായി. അപ്പോൾ വലിയ സഹോദരങ്ങളെ, ജോസഫിന് നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ജോസഫിൻ്റെതായ ആ നീതിബോധത്തിലേക്ക് കടന്നുകൊണ്ട് മറിയത്തിന് ഒരു സംരക്ഷകനായിത്തീരുന്നതുപോലെ നമ്മൾക്കും പരസ്പരം ഒരു സംരക്ഷകനും അതേസമയം സഹയാത്രികനുമായി ജീവിക്കുവാൻ ഈ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. കുർബാനയ്ക്ക് ശേഷം ജോസഫുമാരെ നമ്മൾ വിഷ് ചെയ്യുന്നതാണ്. അതിനുശേഷം പ്രദക്ഷിണം കയറി വന്ന് നേർച്ച സദ്യ, കുട്ടികളുടെ ചോറൂട്ട്, എല്ലാവരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. നമുക്കെല്ലാവർക്കും എന്താത്തോടും ഭക്തിയോടും കൂടെ ഇരുന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥന കൊടുക്കണമെന്ന് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിനാൽ മനസ്സിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 കൊല്ലം സഭ സൃഷ്ടിക്കുകയും ചെയ്ത കർത്താവെ, സഭത്തിന്റെയും പ്രായത്തിന്റെയും അരൂപിയിൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ ഭാഗം നിൽക്കുന്ന ജീവനാടായ മിശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ വിലോസമായ മിശിഹായെ, ഞങ്ങളുടെ ശരീരത്തെയും അനുഭവാസനകളെയും അങ്ങയോടുകൂടെ കുറിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെ നനമുക്കണം വെളിച്ചെണ്ണാൻ സാധിക്കാം. ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ സംസാരിക്കാൻ സൗകര്യമുണ്ടായിരിക്കും. സാധനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും പാവനമീ ബലിയിൽ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കും. മൃതരെല്ലാരും മഹിതോദ്ധാന
സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ മറ്റവന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയറിയിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശേഷ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവചത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. വിശേഷകരുവിയാൽ ഈ ബലി നമുക്ക് സായസം രക്ഷിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാവുന്ന ജീവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശേഷ സ്നേഹിതരെ, നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സുഹാകൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, അങ്ങയുടെ മഹത്വമേറെ കൃത്യത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇങ്ങനോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ശ്രോഭയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ും
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ ആശ്രയിക്കണമേ. സഹോദരരെ, കുർബാന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, അങ്ങേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശ്രവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ
നമുക്കെല്ലാവർക്കും ഭക്തിയോട് ചിന്തിക്കാം. അന്താപത്തിൽ നിന്ന് ഉളവാകുന്ന ശബ്ദത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയുടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിസ്തോർമായി ജീവിക്കുകയും അടിസ്ഥാനമായാൽ പ്രചരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശുചിയോടൊപ്പം ആത്മാവത്തിന് കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നപദരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നിങ്ങളോട് കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുവാൻ നമുക്ക് വേണ്ടി കീറമറിക്കപ്പെടുത്തരേണ്ടതാവുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമിതാവുന്നു. അമർത്തിയുടെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. ക്രൂരന്മാരുടെ ശാസ്ത്രന്മാരുടെ ചേർന്ന് ഇത് നാഥാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം നാം എല്ലാവരും സമ്പൂർണ്ണമാകപ്പെടട്ടെ. പ്രാചിത പ്രവർത്തികൾ സഹോദരനും സഹോദരി ജീവകാലമായി ജീവിക്കുന്ന നമുക്ക് ആസ്വദിക്കാം.
ഞങ്ങളുടെ വത്സല പിതാവായ മാർ യൗസേപ്പേ, അങ്ങ് ഈശോ മിശിഹായുടെ തൃക്കരങ്ങളിൽ പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ സമാധാനപൂർണമായി മരണം പ്രാപിച്ചുവല്ലോ. പാപികളായ ഞങ്ങളുടെ മരണസമയത്ത് ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെയും സഹായം ഞങ്ങൾക്ക് നൽകണമേ. അപ്രകാരം ഞങ്ങൾ നിത്യാനന്ദ സൗഭാഗ്യത്തിൽ ചേരുവാൻ അർഹമായി തീരട്ടെ. നല്ല മരണത്തിന് പ്രതിബന്ധമായ പാപത്തെയും അതിന്റെ സാഹചര്യങ്ങളെയും ലൗകിക വസ്തുക്കളോടുള്ള അതിരുകടന്ന സ്നേഹത്തെയും പരിത്യജിക്കുവാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമേ. ഈശോ മറിയം ഔസേപ്പേ, സുഹൃത ജപം. നൽമരണ മധ്യസ്ഥനായ മാർ യൗസേപ്പേ, ഞങ്ങളെ നൽമരണം പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ഗീതായുഗം ദൈവമായ ഈ രസങ്ങളെ സമർപ്പിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യതപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് ഹൃദയം സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടെ. കർത്താവായ ദൈവമേ, സുന്ദരവും പരിശുദ്ധവും ജീവദായവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായും സ്വതന്ത്രവും പരിശുദ്ധവും ജീവദായവും ദൈവികമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സുത്യർഹവും പരിശുദ്ധവും ജീവദായവും ദൈവികമായ രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. തന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനും പരിശുദ്ധമാലാമാരോടുള്ള നിത്യാനന്ദത്തിനും തിരുസന്നിധിയിലുള്ള സംപ്രീതിക്കും സ്വർഗീയ ജെറുസലേമിന്റെ വലത്തുഭാഗത്തുള്ള സ്ഥാനത്തിനും അവിടുന്ന് നമ്മെ യോഗ്യരാക്കട്ടെ. നമ്മുടെ ലോകം മുഴുവന്റെയും തിരുസഭയുടെയും അവരുടെ സന്താനങ്ങളുടെയും മേൽ അവിടുത്തെ കൃപയാനുഗ്രഹവും ധാരാളമായി വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഇത് നമ്മൾ സെന്റ് ജോസഫിന്റെ ഫീസ്റ്റ് തിരുനാൾ ആഘോഷിക്കുകയാണ്. ജോസഫ് നാമധാരികളുടെ തിരുനാളും കൂടിയാണ്. നമ്മളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ജോസ് നാമധാരിയാണല്ലോ, നമുക്കറിയാം. ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ഈ ഫീസ്റ്റിന്റെ എല്ലാവിധ മംഗളങ്ങളും ഈ ഇടവക സമൂഹം നേരുകയാണ്. അച്ഛന് കൂടുതൽ ശക്തിയായി പ്രവർത്തിക്കാനുള്ള, ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ശക്തിയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മധ്യസ്ഥതാൽ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഈ ഇടവക സമൂഹത്തിന്റെ ഒരു സ്നേഹത്തിന്റെ സൂചകമായി ഒരു പൂച്ചെണ്ട് ഇപ്പോൾ നമ്മുടെ കൈക്കാരൻ ശ്രീ ജോർജ് അച്ഛൻ നൽകുകയാണ്. ഇതോടൊപ്പം ഇടവകയിലെ ഞാൻ ഉൾപ്പെടെയുള്ള ജോസഫ് നാമധാരികളുടെ തിരുനാളും കൂടെ, നാമകഥ തിരുനാളും കൂടെ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണല്ലോ. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹവും നേരുന്നു. യൗസേപ്പ് പിതാവിന്റെ മധ്യസ്ഥതാൽ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ജോസഫ് നാമധാരികൾക്ക് ബഹുമാനോട് വികാരിച്ചന് ഇപ്പോൾ ഒരു ചെറിയ പൂച്ചെണ്ട് നൽകുന്നതാണ്. എല്ലാവരും ഓരോരുത്തരായി മുന്നോട്ട് വരിക.
ലക്ഷണമാണ്. കൊടയും കുരിശുമൊക്കെ എടുത്ത് മുമ്പോട്ട് പോവുക.